ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. നമ്മളിതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കാത്തവർക്ക് അല്ലെങ്കിൽ വാങ്ങാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു തെർമോക്കോളിൻ്റെതും അതേപോലെ 3 വടിയാണ് കേട്ടോ. ഈ 3 പൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് നെച്ചൂട്ടൻ്റെ ടെൻറ്റിലിൻ്റെ അകത്തുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് ടെൻറ്റിലേക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന 3 സ്റ്റിക്കാണ്. അപ്പോൾ അത് 3 ഇതിൽ 2 ഹോൾ ഉണ്ടായിരുന്നു. ആ 2 ഹോളിലാക്കി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ടാപ്പിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒന്നുള്ളത് പുറത്ത് ഞങ്ങൾ വെച്ചിട്ട് മൂന്നാമത്തത് 3 സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ടിപ്പിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം, 3 കൂടെ ഒന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ സെല്ലോ ടാപ്പ് ഇട്ട് ഫസ്റ്റ് ഒട്ടിച്ചെടുക്കാം. ഇത്രയായി തന്നെ നമ്മൾ ഒരു 50% നമ്മൾ ട്രീ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിപ്പമുള്ള ഒരു ട്രീ കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 400. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഏറ്റവും ചെറുതിനാണ് 170 ഹോൾസെയിൽ റേറ്റ്, തൊട്ട് വലുത് 200. അതിൻ്റെ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു വലിപ്പമുള്ളത് ഒരു 500 600 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രീയും ക്വാളിറ്റിയിലും ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ക്വാളിറ്റിയോട് കൂടി നല്ല കളറിൽ നല്ല ഭംഗിയിലുള്ള ട്രീസിന് റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം വെറും ഒരു 180 രൂപ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. 180 ഒരു 200 രൂപ, ഏറ്റവും കൂടി ഒരു 200 രൂപ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 200 രൂപയ്ക്ക് ഒരു അത്യാവശ്യം മീഡിയം വലുപ്പമുള്ളൊരു ട്രീ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതിനേക്കാളും നീളത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിക്കിന് ഇത്ര വലുപ്പമുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് സാധാ മരത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അധികം വീട്ടിലും ഇങ്ങനെ ടെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ടെൻറ്റിനൊന്ന് ഊരിയെടുത്താൽ മതി. നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് തിരിച്ച് ടെൻറ്റിലേക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലും നല്ല ഉറപ്പിച്ചിട്ട് നമ്മൾ ടാപ്പിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മൂന്നാമത്തതും അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുവരെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ വാങ്ങി വെക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫോട്ടോസിലും വീഡിയോസിലും അതേപോലെ ഇങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോൾ നെച്ചോട്ട് ഇങ്ങനെ പറയുകയാണ്, ഇത് വേണം ഇതെങ്ങനെയാണ്, ഇതിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വിചാരം ലൈറ്റൊക്കെ ഉള്ള ഇതൊരു സാധനമാണെന്നാണ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവരും പറഞ്ഞ എല്ലാ വർഷവും അവരുണ്ടാക്കും, പിന്നെ സാധനം എടുത്ത് വെക്കും, അങ്ങനെയാണ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം എന്തായാലും നമുക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇത് ടൈം രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതിന്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ 3 ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനിലും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ 3 സൈഡിനും പല സൈഡിൽ നിന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു വലിപ്പ വ്യത്യാസം അവിടെ വരും. അത് സാരമില്ല, നമ്മൾ നല്ല രീതിയിൽ ടാപ്പിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും കുറിച്ച് കവർ ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ലേസ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട നമ്മൾ ലേസ്, അതേപോലെ അതിനകത്ത് തൂക്കിയിടുന്ന ഈ ഐറ്റംസ്, ബോള്, അതേപോലെ ഗിഫ്റ്റ് ബോക്സ്, അങ്ങനത്തെ കുറച്ച് കുട്ടി സാധനങ്ങളിൽ. അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലേസിന് മീറ്ററിന് 28 രൂപയാണ് വരുന്നത്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളതായതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഇത്ര റേറ്റിൻ്റെ വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്മോൾ പീസ്, അതായത് 14 രൂപേൻ്റെയൊക്കെ ഉണ്ട്. അതേപോലെ പാക്കറ്റിന് വരുന്നത് 20 മുതൽ പല റേറ്റും വരുന്നുണ്ട്. 40 രൂപേൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്ര വീതി വേണ്ടെങ്കിൽ 14 രൂപ മുതൽ അല്ലെങ്കിൽ 12 രൂപ മുതലൊക്കെ ഹോൾസെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കുകയാണ്. ഓക്കെ ആവുകയാണെങ്കിൽ അതേപോലെ ചെയ്യാമെന്ന് കരുതിയിട്ട്.
അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിക്കും കേട്ടോ. അപ്പോൾ നിച്ചോണ്ടും അതേപോലെ ഓടി കളിക്കുകയാണ്. പക്ഷേ ഞാൻ അവനോട് പറയുകയാണ് താടി തട്ടിപ്പോവും. ഇതിങ്ങനെ 24 മണിക്കൂറും പറയണം കേട്ടോ, അല്ലാതെ ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കളിക്കുകയാണ് ചെയ്യുക. വേദന പറ്റുന്ന ടൈമിലുള്ള വേദന ഇല്ലാതെ പിന്നെ അതങ്ങ് മറന്നു പോകും. കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കോലാണുള്ളത്, അതെവിടെയും തട്ടിപ്പോവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുഞ്ഞിരിക്കല്ലേ, തലയോ എവിടെയെങ്കിലുമൊക്കെ താടിക്ക് തട്ടിപ്പോവും, അതുകൊണ്ട് അടങ്ങി നിന്നോ എന്നിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഇതേപോലെ ലേസൊക്കെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് നമുക്ക് ലേസൊക്കെ ചുറ്റി ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു, എന്നാൽ പിന്നെ താടിക്ക് തട്ടൂലാലോ, മോന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സോപ്പ് അടിച്ചിട്ട് അവിടെ ഇരുത്തിയതാണ്. ഇതേപോലെ അപ്പോൾ ഞാൻ 6 പീസാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ 3 സ്റ്റിക്ക്, പിന്നെ 6 പീസായത് 1 മീറ്ററാണെന്ന് തോന്നുന്നു, അങ്ങനെ 6 മീറ്ററാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത്ര തിക്കില്ലാത്ത 14 രൂപേൻ്റെ ആണെങ്കിലും 6 എണ്ണം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചുറ്റിയെടുക്കുക. ജസ്റ്റ് ഞാനൊന്നും അങ്ങനെ വെച്ച് നോക്കിയാണ്, ഓക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഏകദേശം ഒരു 80% ഞങ്ങൾ സ്റ്റിക്കും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തെർമോക്കോൾ ഉപയോഗിച്ച്, അതൊരു ചതുരത്തിലുള്ളതായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അടിയിൽ നിന്ന് ചുറ്റിയെടുക്കാൻ തുടങ്ങി, കാരണം അവിടെ എക്സ്ട്രാ വേണ്ടി വരുന്നു. ഇപ്പോൾ റൗണ്ടായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു സ്ക്വയർ രൂപത്തിലായതുകൊണ്ട് അതിനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ഞങ്ങൾക്ക് ഈ ഒരു ലേസ് കവർ ചെയ്ത് വെക്കേണ്ടി വന്നു. എന്തായാലും ഞങ്ങൾക്കത് സെറ്റായിരുന്നു കേട്ടോ. 6 ലെയർ കൊണ്ട് ഇതിനും സൈഡിൽ നടുക്കൊക്കെ കുറച്ച് തിക്ക് അധികമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രിയാണ് ടൈം, സാധനമൊക്കെ വാങ്ങി വന്നപ്പം പിന്നെ ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കണം എന്നുള്ള വാശിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനോ അമ്മച്ചനോ ആരെങ്കിലുമൊക്കെ വന്നിട്ടുള്ള ദിവസമാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കാമെന്ന് പറഞ്ഞു തന്നായിരുന്നു. അതിനൊന്നുള്ള നേരമില്ല, അവരൊക്കെ വരുന്നതിൻ്റെ മുന്നേ നമുക്കിത് ഉണ്ടാക്കി സെറ്റാക്കി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കത്രികയും കൊടുത്തു, ഒരു പേപ്പറും കൊടുത്തിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അടക്കിയിരുത്താറ്. എന്നിട്ടും പേടിയാണ് കത്രികയൊക്കെ തട്ടിപ്പോകുമോ എന്നുള്ള. അപ്പോൾ ഇതേപോലെ ഏകദേശം ട്രീ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ട്രീ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആക്സറീസൊക്കെ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യണം കേട്ടോ. മണിയുണ്ട്, അതേപോലെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സാധാ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡിലുകളിൽ നമുക്കിങ്ങനെ തൂക്കിയിടാം. ഒരു മരച്ചില്ലകൾ പോലെയല്ലേ ഉണ്ടാകും, ഇതാകുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. അപ്പം ഞങ്ങൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തു. ഇനി ഫുള്ളായിട്ട് നമ്മൾ ആക്സറീസൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിച്ചോട്ടെന്താ ഫസ്റ്റ് നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും കൂടെ കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ആക്സറീസൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഭംഗിയായിട്ടോ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തൂക്കിയതിന് ശേഷം നമുക്ക് ലൈറ്റും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് കയ്യിലുള്ളവർക്കാണെങ്കിൽ അതെടുത്താൽ മതി. നമ്മൾ ഹോൾസെയിലൊക്കെ ആണെങ്കിൽ ഒരു 90 രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതാകുമ്പം തൂക്കിക്കൊണ്ട് നടക്കാനും സുഖം കേട്ടോ. ആ ടിപ്പ് പോർഷനിൽ ആ ഒരു നമ്മളെ പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഹോളുണ്ടാവും. ഹോളിൽ നമ്മൾ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയെടുത്താൽ മതി. പിന്നെ നമ്മളിത് ചുറ്റിയത് പക്ഷേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഊരിയെടുത്ത് വെക്കാനും സുഖമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റും ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഫുൾ ലൈറ്റാണ്. പിന്നെ ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ തട്ടിപ്പോകുമ്പോൾ ഓരോന്ന് വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്ലഗ് കുത്തി. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കിയാലോ. അപ്പോൾ എനിക്കിഷ്ടമായോ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അവരൊന്ന് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ വരുന്നത് ബൈ.